ഹായ് ഫ്രണ്ട്സ്, പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ നന്ദിനി രാവിലെ തന്നെ ഫോണിൽ ആരോടോ വീട്ടിലെ അമ്മയോട് സംസാരിക്കുകയാണ് കേട്ടോ. അമ്മയും അച്ഛനും വയ്യാതെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരെയും കൂട്ടി ഞാൻ അങ്ങോട്ട് വന്നോളാം. ഒഴിവ് കിട്ടുമ്പോൾ അമ്മയൊന്ന് ഇവിടുത്തെ അമ്മയെ വിളിച്ചാൽ മതി, അതുപോലെ അച്ഛനെ വിളിക്കാൻ വേണ്ടിയിട്ട് അച്ഛനോടും പറയണം. അമ്മയെ ഞാൻ എല്ലാവരെയും കൂട്ടി വരും എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണേ. അപ്പോഴേക്കും വിനായക്കും ബാക്കിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. കളയത്ത് പാട്ടിന് അമ്മ വിളിച്ചതാ. നിന്റെ അച്ഛൻ രാവിലെ തന്നെ എന്നെ വിളിച്ചു. അപ്പൊ നന്ദിനി പറയും, ഇനിയിപ്പോ വന്ന് വിളിച്ചില്ലെന്ന് പറഞ്ഞിട്ട് സുധാകരൻ മാഷ് അങ്ങോട്ട് വരാണ്ടിരിക്കോ? അച്ഛനൊക്കെ വരും, നീ വാ എന്ന് പറഞ്ഞിട്ട് നന്ദിനി കുട്ടി അകത്തേക്ക് പോവാണേ. മാഷിന് അമ്മ അവിടെ ചായ ഇട്ട് കൊടുക്കുമ്പോഴായിരിക്കും നന്ദിനി വരുന്നത്. രണ്ടുപേരോടുമായിട്ടാണ് നന്ദിനി പറയുന്നത്, അമ്മേ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും സുഖല്ലേ മോളെ? നന്ദിനി പറയും, അമ്മ കുറച്ച് കഴിയുമ്പോഴേ അമ്മയെ വിളിക്കും. കമല വയ്ക്കും, എന്നെയോ? നന്ദിനി പറയും, എനിക്ക് വേറെ ഏതമ്മ എവിടെ ഉള്ളത്? പിന്നെ അച്ഛനെയും വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷ് വയ്ക്കും, എന്താ കാര്യം? നന്ദിനി പറയും, അത് വീട്ടിനോട് ചേർന്ന അമ്പലത്തില് കളയെഴുത്തുപാട്ട് നടക്കുന്നുണ്ട്. ഇത്തവണ അച്ഛനും അമ്മയും അമ്മാവനും കൂടി അത് നടത്തുന്നത്. ഇവിടുന്ന് എല്ലാവരും ചെല്ലണമെന്ന് പറഞ്ഞാ വിളിച്ചത്. അപ്പൊ മാഷ് പറയും, അത് നല്ല കാര്യമാണല്ലോ. നന്ദിനി പറയും, അച്ഛന് ഉറപ്പായിട്ടും വരണം. മാഷൊന്നും പറയാതെ ചായ കുടിക്കുമ്പോ വിനായകൻ പറയും, അവരാരെയും ഇവിടെ നടന്ന ചടങ്ങിൽ വിളിച്ചില്ലെങ്കിലും അവര് നമ്മൾ വിളിക്കാന്നുള്ള മര്യാദ കാണിച്ചു. ഇനി ചെല്ലാതിരുന്നാല് അതൊരു മര്യാദകേടാവും. മാഷ് പറയും, സുധാകരൻ മാഷ് മനസ്സറിഞ്ഞൊരു ചടങ്ങും ഈ വീട്ടിൽ നടത്തിയിട്ടില്ല. നടത്തിയപ്പോഴെല്ലാം വിളിക്കേണ്ടവരെല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. പിന്നെ നന്ദിനിയുടെയോ ശ്രീജയുടെയോ വീട്ടിൽ നിന്ന് ഒരാൾ മര്യാദ കാണിച്ചാൽ അത് തിരിച്ചു കാണിക്കാൻ എന്നെ ആരും പഠിപ്പിക്കണ്ട. അച്ഛൻ വിളിക്കട്ടെ, നമുക്ക് ആലോചിക്കാം. നന്ദിനിക്ക് സന്തോഷമാവുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് വിശ്വം വരണേ. ഇത് കണ്ടു ശ്രീജ പറയും, വിശ്വേട്ടൻ ഇന്ന് നേരത്തെയാണല്ലോ, കാപ്പി എടുക്കട്ടെ? വിശ്വം പറയും, ഇപ്പൊ വേണ്ട, എന്തൊക്കെയോ വാങ്ങിച്ചോണ്ടാ വന്നിരിക്കുന്നത്. മാഷെ കാണുമ്പോ അച്ഛാ ലഡു എടുത്ത് അച്ഛന് കൊടുക്കുമ്പോ മാഷയ്ക്കും, ഇതെന്താ ലഡു ഒക്കെ ആയിട്ട്? നന്ദിനി വിചാരിക്കും, ഇനിയിപ്പോ ജോലി ഉപേക്ഷിച്ച് വന്നതായിരിക്കോ? അമ്മയ്ക്കും ശമ്പളം കിട്ടിയതിന്റെ ലഡു ആണ് വിശ്വ. നന്ദിനി പറയും, ശമ്പളം കിട്ടാനേ വിശ്വേട്ടന് എന്താ ആഴ്ച ജോലിയാണോ അമ്മേ? ശമ്പളം കിട്ടാനേ ഇതിപ്പോ ജോലിക്ക് കയറിയിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. കമല പറയും, അത് ശരിയാണല്ലോ. വിശ്വം പറയും, ആദ്യം അച്ഛനെ എടുക്കേ, ഞാൻ പറയാം. അങ്ങനെ എല്ലാവർക്കും ലഡു കൊടുക്കുമ്പോ എല്ലാരും സന്തോഷത്തിലെടുക്കും. അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് എത്തുന്നുണ്ട്. വിക്രമിനും കൊടുക്കുമ്പോ വിക്രം എടുത്തിട്ട് വയ്ക്കും, എന്താ വിശേഷം? അപ്പൊ വിശ്വം ബാഗിന്ന് ഒരു കവർ എടുക്കണേ, ഒരു ലെക്കോട്ട് പോലെ. ഇതാ അച്ഛാ എന്ന് പറഞ്ഞ് അത് അച്ഛന് കൊടുക്കും. മാഷ് വയ്ക്കും, എന്താ ഇത്? വിശ്വം പറയും, അത് കുറച്ച് പണം ഇൻസെന്റീവ് ആയിട്ട് കിട്ടി. ഇൻസെന്റീവോ? മാഷും ചോദിക്കും, ജോലിക്ക് പോയി തുടങ്ങുമ്പോഴേക്കും ഇൻസെന്റീവോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ വിശ്വം. വിശ്വം പറയും, എനിക്കും അത്ഭുതമായിരുന്നു അച്ഛാ. നന്ദിനി പറയും, വിനയേട്ടൻ പറഞ്ഞ ജോലി കിട്ടിയത് എന്തായാലും നല്ലൊരു കമ്പനിയിലാണല്ലോ, കാശൊക്കെ കിട്ടി തുടങ്ങിയല്ലോ. അമ്മ പറയും, നന്ദിനി നീ എപ്പോഴും ഇങ്ങനെ വിനായകൻ വാങ്ങിച്ചു കൊടുത്ത ജോലി ഇങ്ങനെ പറയണ്ട, അതുപോലെ എല്ലാവർക്കും അറിയാലോ. വിനായകൻ പറയും, അയ്യോ അമ്മേ, അവൾ അങ്ങനെ ഒരു അവകാശവാദം പറഞ്ഞതല്ല, ആണെങ്കിൽ തന്നെ അതിലിപ്പോ ഒരു സത്യം ഉണ്ടല്ലോ. വിശ്വം പറയും, അതിന് എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് വിനായക. അങ്ങനെ മാഷ് കയ്യിൽ കൊടുക്കുമ്പോ മാഷ് പറയും, അത് നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. വേണ്ട അച്ഛാ, ആ കയ്യിൽ ഇപ്പൊ അച്ഛന് അത്യാവശ്യത്തിന് തന്ന കാശുണ്ട്. അപ്പൊ അച്ഛൻ പറയും, എന്നാലിത് അമ്മയെ ഏൽപ്പിച്ചോളൂ. എങ്ങനെയെങ്കിലൊക്കെ കാശുണ്ടാക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. കിട്ടിയ കാശു പോലെ ഈ കുടുംബവും ഒരു ഞാൻ പോലെ കൊണ്ടു നടന്നതാ ഇവളാണ്, ഇത് നീ ഇവളെ ഏൽപ്പിച്ചാ മതി. അപ്പൊ വിശ്വം അമ്മയ്ക്ക് കൊടുക്കുമ്പോ അമ്മ പറയും, എന്നെയല്ല മോനെ, ഇത് നീ ശ്രീജയ്ക്ക് കൊടുത്താ മതി, ഇതിനി ഇവളാണ് നോക്കി നടത്തേണ്ടത് എന്ന് പറയുമ്പോ എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട്. നന്ദിനി പറയും, വിശ്വേട്ടൻ കൊടുത്തോ. വിനയേട്ടൻ എന്നെ കാശ് ഏൽപ്പിക്കുമ്പോഴേ അമ്മയ്ക്ക് വിഷമം തോന്നാറുള്ളൂ. മാഷ് നോക്കുമ്പോ നന്ദിനി അങ്ങ് പേടിക്കും, അയ്യോ അച്ഛാ, ഞാൻ പരാതിയായിട്ട് പറഞ്ഞതല്ല, അമ്മ പറയാനുള്ളത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. മാഷ് പറയും, വിനയൻ പൈസ നിന്നെ ഏൽപ്പിക്കുന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ചായിരുന്നെങ്കിലേ ഇപ്പോ അമ്മ ഇത് പറയില്ലായിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് വേദയും വരെയാണ്. ഒളിച്ചും പാത്തും പണം ഏൽപ്പിക്കുന്നത് ശരിയല്ലെന്നേ കമല പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അക്കാര്യത്തിൽ ഞാൻ ഇവളുടെ കൂടെയാ. വിനായകൻ പറയും, ഒളിച്ചും പാത്തും കൊടുക്കുന്നതല്ല, വീട്ടിൽ കൊടുക്കുന്നത് പോലെ തന്നെ സ്വന്തമായൊരു സമ്പാദ്യം ഉണ്ടാക്കുന്നതിലെ തെറ്റൊന്നുമില്ലല്ലോ. മാഷ് പറയും, ഇല്ല, പക്ഷേ അത് വെറും സ്വാർത്ഥതയായി മാറിപ്പോകരുതെന്ന് മാത്രം. വിനായകൻ പറയും, എത്രയും കാലം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ വീട്ടിലേക്ക് കാശ് തരുന്നത് ഞാൻ മാത്രല്ലേ അച്ഛാ, വിശ്വേട്ടൻ ഇപ്പൊ ജോലിക്ക് പോയത് തന്നെ ഭാഗ്യം എന്ന് കരുതിയാൽ മതി. പിന്നെ വിക്രത്തിന്റെ കാര്യമാണെങ്കിൽ അച്ഛൻ അറിയാലോ, ഇന്നേ വരെ അവൻ ഈ വീടിന് കോട്ടല്ലാതെ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത് കേൾക്കുമ്പോ വിക്രം ഇങ്ങനൊരു മറുപടി പ്രതീക്ഷിച്ചില്ല. വേദപിറകിൽ വന്നത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ നോക്കുന്നുണ്ട്. എല്ലാവരും വിക്രത്തെ നോക്കും. മാഷ് പറയും, ചിറകുമുറ്റി ഇര തേടാനും കുടുംബം പോറ്റാനും കഴിയുന്ന മക്കളായി ഞാൻ അതിന് രണ്ടുപേരെ കണ്ടിട്ടുള്ളൂ. ജന്മം കൊടുത്തുപോയെന്ന ശിക്ഷയ്ക്ക് പരിഹാരമായി മരണം വരെ അന്നം കൊടുക്കാൻ തീരുമാനിച്ചത് എന്റെ ഔദാര്യം. അത് കൈപ്പാറ്റാൻ മടി തോന്നാത്തതും നേരായ വഴിക്ക് പണം ഉണ്ടാക്കണമെന്ന് വിചാരിക്കാത്തതും തന്തയുടെ കുറ്റമല്ല. പന പോലെ വളർന്നിട്ട് കാര്യമില്ല, ആത്മാഭിമാനം ചന്തയിൽ നിന്ന് വാങ്ങി തലയിൽ വെക്കും ആവില്ലെന്ന് ഒരു തിരിച്ചറിവുണ്ടാവണം എന്ന് പറഞ്ഞ് മാഷ് അവിടുന്ന് എഴുന്നേറ്റ് പോകും. വിശ്വത്തിനും എല്ലാവർക്കും സങ്കടാവുന്നുണ്ട്. വിക്രത്തിനെ നോക്കുമ്പോ വിക്രത്തിന്റെ മുഖത്ത് നല്ല സങ്കടമുണ്ട്, അത് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. വിക്രം ഒന്നും പറയാതെ അകത്തേക്ക് കയറി പോകുമ്പോൾ
വേദ എല്ലാവരെയും നോക്കുമ്പോ അമ്മ ഇങ്ങനെ വേദയെ നോക്കുന്നുണ്ട്. വിക്രം വീട്ടിലെ റൂമിൽ പോയിട്ട് സങ്കടത്തോടു കൂടെ ഇപ്പൊ അച്ഛൻ പറഞ്ഞ കാര്യം വീണ്ടും ആലോചിക്കുകയാണ്. അപ്പൊ വേദ അങ്ങോട്ട് വരുമ്പോ വിക്രം ഇങ്ങനെ നോക്കുന്നതാകുമ്പോ വേദ പറയും, നോക്കണ്ട, ഞാൻ ശവത്ത് കുത്താൻ വേണ്ടി വന്നതല്ല. അതിൽ വിക്രത്തിന് അങ്ങ് വിഷമം ഒന്നുകൂടാവുമ്പോ വേദ പറയും, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, പറഞ്ഞത് മാറിപ്പോയി. വിക്രം പറയും, പറഞ്ഞത് മാറിയിട്ടൊന്നുമില്ല, ഇവിടെ ഇപ്പൊ ജീവിക്കുന്നത് ശവമായിട്ട് തന്നെയാണ്. വേദ പറയും, അത് അങ്ങനെ തന്നെ തുടരണമെന്ന് സ്വയം തീരുമാനിച്ചതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും കാലം അച്ഛനോടും വീട്ടുകാരോടും കലഹിച്ച് സ്വന്തം വഴിയിലൂടെ ഒരു രാഷ്ട്രീയ ഗുണ്ടയായി ജീവിച്ചു. അവസാനം എന്ത് നേടി? അച്ഛനിപ്പോ നിങ്ങളോടുള്ള സമീപനം കണ്ടില്ലേ? വിക്രം പറയും, അതിന്റെ മരണം വരെ മാറാനും പോകുന്നില്ല. വേദ പറയും, തെറ്റ്, നിങ്ങൾ മാറ്റാൻ തയ്യാറല്ലെന്ന് പറയൂ. ശരി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോളൂ, പക്ഷേ എന്തെങ്കിലും സ്ഥിര വരുമാനമുള്ള ജോലി സംഘടിപ്പിക്കുന്നതിലെ വിരോധമുണ്ടോ? ഞാൻ എന്തായാലും അധികം വൈകാതെ ഏതെങ്കിലും വക്കീലിന്റെ ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് തുടങ്ങും. അതിനുള്ള നീക്കങ്ങൾ ഞാൻ നടത്തി തുടങ്ങി. അത് കേൾക്കുമ്പോ വിക്രം ഇങ്ങനെ നോക്കും. ശരിക്കും? വേദ പറയും, അല്ലാതെ പിന്നെ താലി കെട്ടിയവനോ കൂലിയും പണിയും ഇല്ല, പോകാനുള്ള താല്പര്യവും ഇല്ല. അപ്പൊ പിന്നെ ഞാൻ ജോലി കണ്ടുപിടിച്ചല്ലേ പറ്റൂ. ഇനിയിപ്പോ നിങ്ങൾ ജോലിക്ക് പോയാലും ഞാൻ എന്റെ ആവശ്യങ്ങൾക്കുള്ള പണം കണ്ടെത്തുക തന്നെ ചെയ്യും. വീട്ടിലെ ശ്രീജടുത്ത് വരെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം എന്നുള്ള തീരുമാനത്തിൽ എത്തി നിൽക്കാണ്. ആ സമയം നിങ്ങൾ ഇതുപോലെ നടന്നാലേ ഇതിനു മോശമാവുള്ളൂ. അച്ഛന്റെ വാക്കുകൾ പറയാനേ എനിക്ക് പറ്റൂ. ഉപദേശിച്ച് നേരെയാക്കാനുള്ള നിങ്ങളുടെ പ്രായമൊക്കെ കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ് വേദ എവിടുന്ന് പോവാണേ. പിന്നീട് വിക്രം അതേക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീജ ചായയിട്ട് റൂമിലേക്ക് വരുമ്പോ വിഷത്തെ കാണുന്നില്ല. ചായ വെച്ച് തിരിയുമ്പോ വിഷം ഉണ്ടാവും തൊട്ടു പിറകിലെ മുല്ലപ്പൂവായിട്ട് നിൽക്കുന്നേ. ഇത് കാണുമ്പോ ശ്രീചരിത്തിക്ക് സന്തോഷാകും. വിഷം പറയും, ലഡു വാങ്ങിക്കാൻ കയറിയപ്പോ തൊട്ടടുത്ത് കൂട്ടുകാരന്റെ കട കണ്ടോ, അവിടെ നിന്ന് നമുക്കായിട്ട് വാങ്ങിച്ചതാണേ. എന്നാ പിന്നെ ഇലയിൽ വാങ്ങിച്ചൂടായിരുന്നോ? നാളെ അമ്പലത്തിൽ പോകുമ്പോ വെക്കായിരുന്നല്ലോ. വിഷം പറയും, ഇത് നാളെ വെക്കാനല്ല, ഇന്ന് വെക്കാനാ. എന്നാ പിന്നെ വിഷട്ടം തന്നെ വെച്ചതാ. അപ്പൊ വിഷം അത് ശ്രീജയുടെ മുടിയിൽ വെച്ചു കൊടുക്കണേ. ശ്രീജയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറയാണേ. ഇപ്പൊ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ശ്രീജ പറയും, അത് കാണാൻ അധ്വാനിച്ച പൈസ കൊണ്ട് ഭാര്യയ്ക്ക് ഒരു മുളം മുല്ലപ്പൂ വാങ്ങിച്ചു തരേണ്ടി വന്നു അല്ലേ വിഷുട്ടാ എന്ന് പറയുമ്പോ വിഷം ശ്രീജയെ ചേർത്ത് പിടിക്കണേ. ഒരു സങ്കടവും വിശ്വത്തിന്റെ മുഖത്തുണ്ട്. കരയിലെ ശ്രീജയെ സന്തോഷിക്കല്ലേ വേണ്ടത്? സന്തോഷാണ് വിശ്വട്ടാ, ഈ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് എന്നിൽ അഭിമാനം തോന്നിയ ദിവസമാണെന്ന് എന്ന് പറഞ്ഞിങ്ങനെ സന്തോഷം കൊണ്ട് കരയണേ. വിശ്വം ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയുടെ വീട്ടിലാണ്. ശങ്കരൻ എന്തോ ആലോചിച്ച് നിൽക്കുമ്പോ പത്മം അങ്ങോട്ട് വന്നിട്ട് പറയും, ശങ്കരേട്ടാ, ഞാൻ പറയുമ്പോ വിഷമം തോന്നരുത്. ഒരു കേസിൽ വിധി പറയുന്നതിന് മുമ്പ് പ്രതിക്ക് പറയാനുള്ളതും കോടതി കേൾക്കാറുള്ളതല്ലേ. നമ്മുടെ മോളുടെ കാര്യത്തിൽ മാത്രം ആ ആനുകൂല്യം ഇല്ലാത്തത് എന്താ? അവൾ ആശുപത്രിയിൽ വന്ന് പെരുമാറിയതിന് മാപ്പ് പറയാൻ വന്നതല്ലേ ഇവിടെ. ഇതിനുള്ളൊരു അവസരം അവൾക്ക് കൊടുത്തുവിടായിരുന്നോ? അപ്പോഴും ശങ്കരനൊന്നും മിണ്ടാതെ നിൽക്കുമ്പോ പത്മൻ ചോദിക്കും, എന്താ ഒന്നും മിണ്ടാത്തത്? ശങ്കരൻ പറയും, മറുപടി ഇല്ലാത്തത് കൊണ്ട് തന്നെ. ഈ വീട്ടിൽ ഞാൻ അറിയാതെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് പത്മം. ഒരുപക്ഷെ ഞാൻ അറിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അറിയാതെ നടക്കുന്ന ചില കാര്യങ്ങൾ അതും നീക്കി പുറത്തു കൊണ്ടുവരാൻ തൽക്കാലം എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തേ മതിയാവൂ. തൽക്കാലം അതിൽ കൂടുതലൊന്നും നീ അറിയണ്ട. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും മുകളിൽ വർഷയും ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടെ അങ്ങോട്ട് വരുന്നത്. ചന്ദ്രശേഖരൻ പറയും, ആഹാ, ആള് ഉഷാറായല്ലോ. ഞാനും ഗായത്രിയും കൂടെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ ഡിസ്ചാർജ് ആയെന്ന് പറഞ്ഞ് വർഷ വിളിച്ചത്. അങ്ങനെ ഭേദം എന്ന് പറഞ്ഞതിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോ ശങ്കരൻ പറയും, എനിക്കൊന്നും കേൾക്കണ്ട, കുറച്ചു സമയം ഞാൻ കിടക്കട്ടെ. ചന്ദ്രശേഖരൻ പറയും, ആയിക്കോട്ടെ. അങ്ങനെ ശങ്കരൻ അങ്ങോട്ട് കിടക്കാൻ പോകുമ്പോ ചന്ദ്രശേഖരൻ ചോദിക്കും, എന്തു പറ്റി നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? പത്മം പറയും, അല്ലെങ്കിലും ഈ വീട്ടിലെ സന്തോഷമൊക്കെ പോയില്ലേ, അത് അവസാനിച്ചില്ലേ ചന്ദ്രേട്ടാ? അങ്ങനെയൊന്നും പറയില്ലേ പത്മം, ഞങ്ങളൊക്കെ കൂടെയില്ലേ? പത്മം ശ്രീകാന്തിനോട് പറയും, കണ്ടില്ലേ ശ്രീകാന്തെ, അച്ഛന്റെ മനസ്സ് തളർന്നിരിക്കുന്നത്. അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നതിന് കാരണം വേദയാണ്. അതുകൊണ്ട് വേദയും അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം. അത് നീയാണ് ചെയ്യേണ്ടത്. ശ്രീകാന്തും മോളും അമ്മയും അകത്തേക്ക് പോകുമ്പോ അപ്പൊ ചന്ദ്രശേഖരൻ ചോദിക്കും, എന്താ അച്ഛനൊരു വല്ലായ്മ പോലെ? അത് പിന്നെ വേദ ഇങ്ങോട്ടും വന്നിരുന്നോ? ഇങ്ങോട്ടോ? എന്തിനെ? ശ്രീകാന്ത് പറയും, ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞതിനെല്ലാം മാപ്പ് ചോദിക്കാൻ. വർഷ പറയും, വന്നതല്ല, മുത്തശ്ശി വിളിച്ചു വരുത്തിയതാ. ശ്രീകാന്ത് പറയും, എന്തോ ആവട്ടെ, അച്ഛനിങ്ങോട്ട് കയറ്റിയില്ല. മാത്രമല്ല അവളുടെ പഴയ ഫോട്ടോ ഇരിക്കുന്നതെല്ലാം മുറ്റത്തേക്ക് എടുത്ത് വലിച്ചെറിയുകയും ചെയ്തു. ഇത് കേൾക്കുമ്പോ ചന്ദ്രശേഖരൻ എന്തോ ആലോചിക്കും. വർഷയ്ക്കും അച്ഛനെന്താ ആലോചിക്കുന്നത്? ശ്രീകാന്തേ, നാളെ നീ എന്റെ ഓഫീസ് വരെ ഒന്ന് വരണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താന്ന് തുറന്നു പറയുന്നില്ല. ശ്രീകാന്തിനെ കുട്ടി അവിടെ നിന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് മാഷ് ഇങ്ങനെ വീട്ടിലെ ജനലിന്റെ അടുത്ത് എന്തോ ആലോചിച്ച് നിൽക്കുമ്പോ അങ്ങോട്ട് കമല വരികയാണ്. എന്താ മാഷെ പതിവില്ലാതെ ഗുളിക കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് മരുന്നും അതുപോലെ വെള്ളമൊക്കെ എടുത്തു കൊടുക്കും. അപ്പൊ മാഷ് വയ്ക്കും, വിഷം കൊടുത്ത സ്വീറ്റ്സ് എടേ. അപ്പൊ ഇത് കേൾക്കുമ്പോ കമല വയ്ക്കും, സ്വീറ്റ്സോ? ഇതെന്താ പതിവില്ലാതെ? മാഷ് പറയും, എനിക്കെന്തോ അതിനൊരെണ്ണം കഴിക്കണം തോന്നുന്നു.
ശരി ശരി, ഷുഗർ എത്രയെന്ന് ഓർമ്മയുണ്ടോ? മാഷ് പറയും, ഇന്ന് അവൻ കൊണ്ടുവന്ന മധുരം കഴിച്ചത് കൊണ്ട് ഷുഗർ കൂടില്ല കമല, അത് കഴിക്കുന്നത് ശരീരമല്ല മനസ്സാണ് എന്ന് പറഞ്ഞ് മരുന്ന് വാങ്ങിച്ചു കുടിക്കണേ. എന്നിട്ട് പറയും, എത്രയോ നാളായി മനസ്സിൽ നിന്നൊരു കനം പോയി കിട്ടിയതുപോലെ തോന്നുന്നു. ശ്രീജയുടെ മുഖം കാണുമ്പോഴെല്ലാം അത്രയും നല്ലൊരു കുട്ടിയെ അവളെ വിവാഹം ചെയ്തു കൊടുത്ത അവളുടെ ജീവിതവും ഞാൻ നശിപ്പിച്ചല്ലോ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. അവളുടെ അച്ഛനമ്മമാരുടെ മുഖത്തേക്ക് നോക്കാൻ ഇത്രയും കാലം നാണക്കേടായിരുന്നു എനിക്ക്. ഇനി അതെല്ലാം മാറുമായിരിക്കും അല്ലേ കമല? കമല പറയും, എന്താ മാഷിന് വിശ്വാസം തോന്നില്ലേ? മാഷ് പറയും, സാധാരണ അവൻ ജോലിക്ക് പോകുമ്പോഴെല്ലാം എനിക്ക് വിശ്വാസം തോന്നാറില്ലായിരുന്നു. 1-2 ദിവസത്തിനുള്ളിൽ അതെല്ലാം ഇട്ടെറിഞ്ഞു പോരുന്നു എനിക്ക് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോ അങ്ങനെ ഒരു തോന്നലില്ല. അവസാനം അവനൊരു സ്ഥലത്ത് ഉറച്ചൊന്നും തോന്നുന്നു അല്ലേ കമലം? അമ്മ സന്തോഷത്തിൽ പറയും, അവൻ ആ ജോലി കളയില്ല മാഷേ, എനിക്ക് ഉറപ്പുണ്ട്. അവൻ വിനായകനെ പോലെ സ്വാർത്ഥനല്ല മാഷേ. ഇൻസെന്റീവ് കിട്ടിയപാടെ അത് മാഷിന്റെ കയ്യിൽ കൊണ്ടുതരാനല്ലേ അവൻ നോക്കിയത്. മാഷ് പറയും, അവൻ അധ്വാനിച്ച പണം എന്നെ ഏൽപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കമലം. അതിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്തിനാ പണം? അത്യാവശ്യം ജീവിച്ചു പോകാനുള്ളതൊക്കെ കയ്യിലുണ്ട്. എനിക്കിപ്പോഴും അവന്റെ കുടുംബത്തെ കുറിച്ചാ, വളർന്നു വലുതാ അപ്പുമോളെ കുറിച്ചാ. ഇനിയും കുറെ കാലം അവളും അവനും ഇല്ലാതെ വളർന്നാൽ അവളുടെ മനസ്സിൽ അച്ഛനോടുള്ള സമീപനം മാറും. തന്റെ വളർച്ചയിലെ ഓരോ ഘട്ടത്തിലും അവൻ കൂടെ ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് അവനോട് മതിപ്പുണ്ടാവില്ല. ഭാവിയിൽ അത് വിഷ്ണു ശ്രീജിക്കും ഒരു വേദനയായിട്ട് മാറും. അതൊക്കെയായിരുന്നു കമല എന്റെ മനസ്സിലെന്നു. കമല പറയും, ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാ വേദ 2 തവണ ആ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഇനി നോക്കിക്കോ, ഓരോ വെക്കേഷനിലും അപ്പുമോൾ ഇങ്ങോട്ട് വരും. അടുത്ത കൊല്ലം ഇവിടെ അടുത്തുള്ള സ്കൂളിൽ ചേർത്ത് അവളെ പഠിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ആഗ്രഹം നടക്കും. ഇന്ന് അവനെ കാശ് കൊണ്ടുതരുമ്പോ അവന്റെ കണ്ണിലൊരു തിളക്കുണ്ടായിരുന്നു മാഷെ. മാഷത് ശ്രദ്ധിച്ചോ? മാഷ് പറയും, അതെ, ആത്മാഭിമാനം ചന്തയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ലെന്ന് ഞാൻ വിക്രത്തോട് പറഞ്ഞത് അത് കേട്ട് അവൻ പഠിക്കാൻ കൂടി വേണ്ടി തന്നെയാ. പക്ഷെ അതൊന്നും അവന്റെ തലയിൽ കയറുന്നു എനിക്ക് തോന്നുന്നില്ല. കമല പറയും, ഓഹോ മാഷെ, അതെല്ലാം ശരിയാകും. അവന്റെ ജീവിതത്തിലും മാറ്റം വരും. ആ കുട്ടി അത് വരുത്തും, എനിക്കത് ഉറപ്പാ. അങ്ങനെയൊക്കെ സംസാരിച്ചാലും മാഷ് അതിന് മറുപടി പറയാതെ അവിടെ ഇരിക്കാം. പിന്നീട് കാണിക്കുന്നത് നാളത്തെ പ്രൊമോ ആണ്. അതില് ശ്രീജടുത്തിയും വേദയും ഇങ്ങനെ കിച്ചണിൽ നിൽക്കുമ്പോ അങ്ങോട്ട് നന്ദിനി വരികയാണേ. വേദ പറയും, നാളെ നന്ദിനി അടുത്തിടെ വീട്ടിലെ പരിപാടിക്ക് ഞാൻ ഉണ്ടാകില്ല. ഇത് കേൾക്കുമ്പോ അതിന് എന്തോ കാര്യം നന്ദിനി പറയുന്നൊക്കെ ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് കമല വിളിച്ച് ഇക്കാര്യം വിക്രത്തോട് പറയണേ. വിക്രം പറയും, അവൾ അവിടെ ഒറ്റയ്ക്കിരുന്ന ഒന്നും സംഭവിക്കില്ല, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി പോകാൻ നോക്കമ്മേ. അതിൽ അമ്മ വാശി പിടിക്കും, നീ തൽക്കാലം ഇവിടെ വരെ വാ. വിക്രം അങ്ങനെ അമ്മയുടെ നിർബന്ധത്തിന് വർക്ക്ഷോപ്പിലെ നിന്ന് വിക്രം നേരെ വീട്ടിലേക്ക് പോവുക. ഇതേ സമയം നന്ദിനിക്കാണെങ്കിലേ വേദ വരാത്തതിലുള്ള ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ചു മുഖം കനപ്പിച്ചിട്ടൊക്കെ അവിടുന്ന് പോകുന്നത്. അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോഴേക്കും വിക്രം അവിടെ എത്തും. ഇവിടെ അകത്താണെങ്കിലേ വേദ ഫോൺ തരുമ്പോഴായിരിക്കും വിക്രം വരുന്നത്. എന്താന്ന് ചോദിക്കുമ്പോ എന്റെ ഫോൺ കാണാനില്ല മനുഷ്യ. വിക്രം പറയും, അതിനിപ്പോ ഞാനെന്ത് വേണം? വേദ പറയും, നിങ്ങളൊന്ന് നോക്ക്, ഇനി അമ്മ അറിയാതെ നിങ്ങളുടെ ബാഗിൽ എങ്ങനെ വെച്ച് കാണോ? നിങ്ങൾ അതിലേക്കൊന്ന് വിളിച്ചു നോക്കിയേ, അല്ലെങ്കിൽ ആ ഫോൺ ഇതാ. വിക്രം പറയും, ഫോണൊക്കെ ഞാൻ തരാം. എന്നാ ഇതേ സമയം അമ്മ ഫോൺ വിളിച്ചു വെച്ചപ്പോ വിക്രം ആ ഫോണ് വർക്ക്ഷോപ്പിൽ വെച്ചിട്ടാ പോന്നിട്ടുള്ളത്. തരുമ്പോഴായിരിക്കും ഫോൺ എടുത്തില്ല എന്നുള്ള ആ അബദ്ധം മനസ്സിലാകുന്നത്. അത് കാണുമ്പോ വേദ അങ്ങ് പൊട്ടിച്ചിരിക്കും. ഇത്രയും നേരം ഫോണ് കാണാത്തതില് വേദയെ ചീത്ത പറഞ്ഞിട്ടുണ്ടാകണം. അതാണ് വേദ ചിരിക്കാൻ കാരണം. അങ്ങനെ ഫോണ് പോലും ഇല്ലാതെ വേറൊരു ശല്യം ഇല്ലാതെ 2 പേരും അവിടെ ഒറ്റയ്ക്കായിരിക്കണേ. ഇനി അങ്ങോട്ട് അവര് തമ്മിലുള്ള ഒരു പ്രണയ യുദ്ധം അല്ലെങ്കിൽ ഒരു ടോമാഞ്ചറി ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇതിന്റെ പേരില് 2 പേരും കൂടെ തമ്മില് നന്നായിട്ട് അടിപിടി ആവുന്നുണ്ട് കേട്ടോ. അതായത് ആ റൂമിലുണ്ടായിരുന്ന തലനെടുത്ത് വേദ ആദ്യം ഒന്ന് കൊടുക്കുമ്പോ വിക്രമും തിരിച്ചു തല്ലും. അങ്ങനെ 2 പേരും തല്ലി അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ പഞ്ഞിക്കെട്ടുകളെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ദേഹത്തും മുടിയിലും ഒക്കെ ആയ അവിടെ മൊത്തം വൃത്തികേടായി കിടക്കും. ശേഷം പിന്നീട് 2 ആളും കൂടെ തന്നെ അതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അവര് 2 പേരും അങ്ങനെ അത് കഴിഞ്ഞാല് ആ കട്ടിലിൽ നിന്ന് പൊട്ടിച്ചിരിക്കും. പിന്നീട് വിക്രത്തോട് കുറച്ചുകൂടെ വേദ അടുത്തൊക്കെ പെരുമാറുന്നുണ്ട്. പിന്നെ തിരുമ്പി തുണിയൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോ ഇതൊന്നും മടക്കിത്താ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് അത് വിക്രത്തിന്റെ ദേഹത്തേക്കാണ് കൊണ്ടുവന്നിടുന്നത്. വിക്ര ആളൊരു ഗുണ്ടയാണെങ്കിലും വേദ എന്ത് പറഞ്ഞാലും അതൊക്കെ കേൾക്കുന്ന ആളാണല്ലോ. അങ്ങനെ വേദയെ അതൊക്കെ മടക്കാനായിട്ട് ബെഡ്ഷീറ്റൊക്കെ മടക്കാനായിട്ട് സഹായിക്കുമ്പോ വിക്രം പിടിച്ച് വലിക്കുമ്പോ വേദ വിക്രത്തിന്റെ ദേഹത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. അവിടെയും പരിസരം മടന്ന് ഒരു നിമിഷം അവർ നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ ഒരു റൂമിൽ നിന്ന് വരികയാണേ. വിക്രം മറ്റു റൂമിൽ നിന്നും 2 പേരും കൂടെ കൂട്ടിയിടിച്ച് താഴെ വീഴുന്നുണ്ട്. വേദയ്ക്ക് സ്ലിപ്പായി പോകുന്നുണ്ട്, വിക്രത്തിനും. അങ്ങനെ 2 പേരും കണ്ണിലേക്ക് നോക്കി അല്പസമയം ഇങ്ങനെ നിൽക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ഇതിന്റെ ഡീറ്റെയിലിംഗ് റിവ്യൂ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്